എല്ലാവർക്കും നമസ്കാരം. ഈ ക്രിസ്മസിന് ഗോതമ്പ് പൊടി ശർക്കര ഉപയോഗിച്ചൊരു പ്ലം കേക്ക് തയ്യാറാക്കാം. അതിനായി ഞാൻ സാധനങ്ങളെല്ലാം അവിടെ എടുത്തു വെച്ചു. ഗോതമ്പ് പൊടി, 2 മുട്ട, വാനില എസൻസ്, 6 ഗ്രാമ്പു, 3 കഷ്ണം പട്ട, ഓറഞ്ചിൻ്റെ തൊലി. ഇത് ഉണക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് 3ഉം പൊടിച്ചെടുക്കണം. ശർക്കര, ഒരുണ്ട ശർക്കര മതി. ഇത് മെൽറ്റ് ചെയ്തെടുക്കണം. ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, സൺഫ്ലവർ ഓയിൽ, ഡ്രൈ ഫ്രൂട്ട്സിന് കാഷ്യൂ, ആൽമണ്ട്, റേസിൻസ്, ഡേറ്റ്സ്. ഇത്ര സാധനമാണ് ഞാനിവിടെ പ്ലം കേക്ക് പ്രിപ്പയർ ചെയ്യാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി തുടങ്ങാം. ഓക്കേ. വീറ്റ് പ്ലം കേക്ക് തയ്യാറാക്കാൻ ആദ്യം ശർക്കരയൊന്ന് ചൂടാക്കി അരിയിച്ചെടുക്കാം. അരിച്ചെടുക്കണം. ശർക്കര ചൂടാക്കി അരിച്ചെടുത്തു. ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇടണം. ഈന്തപ്പഴം അരിഞ്ഞെടുത്തു. ബദാം, കശുവണ്ടിയൊക്കെ പൊടിച്ചു എടുത്തു. ഇതെല്ലാം കൂടി ഇട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് ഇതിനെ ഒന്ന് തിളച്ച് നല്ല പറ്റി വരണം. ഇപ്പോൾ വെള്ളം പോലെയല്ലേ ഇരിക്കുന്നത്. ഇതിനെ ഒന്ന് പറ്റി കുറുകി വരണം. ശർക്കരപ്പാനി കിടന്ന ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വറ്റി ഇതുപോലെ ഇരുന്നാൽ മതി. ഇത് തണുക്കട്ടെ. 2 മുട്ട, വാനില എസൻസ്, സൺഫ്ലവർ ഓയിൽ, 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ. ഇതെല്ലാം കൂടെ ഈ ജാറിലിട്ടൊന്ന് അടിച്ച് പതപ്പിച്ച് കൊണ്ടുവരാം. ഗോതമ്പ് പൊടിയിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ളു ഉപ്പ് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് എടുക്കാം. മുട്ടയും സൺഫ്ലവർ ഓയിലും നന്നായിട്ട് അടിച്ച് പതപ്പിച്ചു. ഇതിലേക്ക് ഗോതമ്പ് പൊടി ഇട്ട് അടിച്ചു കൊണ്ടുവരാം. ശർക്കരക്കൂട്ടിലേക്ക് പട്ട, ഗ്രാമ്പു ഒക്കെ പൊടിച്ചതങ്ങ് ചേർക്കാം. ഇതിലേക്ക് കേക്കിനുള്ള ബാറ്റർ ഈ വിധത്തിൽ യോജിപ്പിച്ചെടുക്കാം. കേക്കിനുള്ള ബാറ്ററെല്ലാം യോജിപ്പിച്ചെടുത്തു. ഇതുപോലെ ഇരിക്കണം. ഇതിനെയും ഈ അലുമിനിയം പാത്രത്തിലേക്ക് എടുത്ത് ബേക്ക് ചെയ്യാം. ഓവനിലാണെങ്കിൽ 170 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 20 മിനിറ്റ് ബേക്ക് ചെയ്താൽ മതി. അപ്പോൾ ഓവനില്ലാത്തവർക്ക് ഉണ്ടാക്കണ്ടേ, അതുകൊണ്ട് ഞാൻ ഗ്യാസ് അടുപ്പിൽ ഇത് ബേക്ക് ചെയ്യുന്നത്. കേക്കിനുള്ള ബാറ്റർ ഞാൻ അലുമിനിയം പാത്രത്തിലെടുത്തു. ഇതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ വട്ടപാത്രത്തിലേക്ക് വെച്ച് ബേക്ക് ചെയ്യാം. ഒരു തട്ടും വെച്ചിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ 1 മണിക്കൂറോളം ഇരിക്കണം. എന്നാലേ ഇത് ബേക്ക് ആവുകയുള്ളൂ. അപ്പോൾ ഇത് ബേക്ക് ആകട്ടെ. മൂടി വെക്കാം. ലോ ഫ്ലെയിമിൽ ഇരുന്ന് ബേക്ക് ആകട്ടെ. ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് 1/2 മണിക്കൂറായി. ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് കാഷ്യൂ നട്ട് വെക്കാം. ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം. ആദ്യം വെച്ച് കഴിഞ്ഞാൽ അങ്ങ് താന്നു പോകും. ഇങ്ങനെ വെക്കാം. കേക്ക് ബേക്കായി. തണുത്തതിന് ശേഷം കട്ട് ചെയ്യാം. കേക്ക് ഡീമോൾഡ് ചെയ്തെടുത്തു. ശർക്കര ആയ കാരണം ബട്ടർ പേപ്പർ വെച്ചിട്ടേ ഒഴിക്കാവുള്ളൂ. ഞാൻ ബട്ടർ പേപ്പർ വെച്ചില്ല, കാരണം കുറച്ചൊക്കെ ഒന്ന് പിടിച്ചു. അപ്പം ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു എടുക്കാനായിട്ട്. കണ്ടോ, ശകലം പിടിച്ചു. എങ്കിലും കുഴപ്പമില്ല. ഇതിനെ കട്ട് ചെയ്യാം.
ശർക്കര വീറ്റ് പ്ലം കേക്ക് ഞാനിവിടെ കട്ട് ചെയ്തു. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് ഷുഗർ പേഷ്യൻറ്റിനും ധൈര്യമായിട്ട് കഴിക്കാം. അപ്പം ട്യൂട്ടി ഫ്രൂട്ടി ഒന്നും ഞാൻ അതിൻ്റെ അകത്ത് ഇട്ടില്ല. അത് ഇടുവാണെങ്കിൽ ഒരു കളറൊക്കെ വരും. അപ്പോൾ ആർട്ടിഫിഷ്യൽ കളറൊക്കെ അല്ലേ, നമ്മൾ അതിട്ടില്ല. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാപ്പി ക്രിസ്മസ്.